മിക്ക ക്ഷേത്രങ്ങളിലും വിഗ്രഹം കാണാൻ പോകാറുണ്ട്. നിങ്ങളൊരു മുഖം, ഒരു രൂപം, ഒരു ദൈവത്തെ കാണാൻ പോകുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അവിടെയില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ചിദംബരം നടരാജക്ഷേത്രം സന്ദർശിച്ചത്. പ്രശസ്ത നൃത്തം ചെയ്യുന്ന ശിവന്റെ മുമ്പിൽ അവർ വണങ്ങുന്നു. എന്നാൽ അവന്റെ വലതുവശത്ത് പൂട്ടിയ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു ചെറിയ ഇടം മറിഞ്ഞിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഈ തിരശ്ശീല വളരെ ആഴത്തിലുള്ള ഒരു രഹസ്യം മറയ്ക്കുന്നു. അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ വിശദീകരിക്കുന്നു. ഇതാണ് ചിദംബര രഹസ്യം. ആ തിരശ്ശീല തുറക്കുന്നതിനു മുമ്പ് നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇത് നിങ്ങളുടെ ഭീമാകാരമായ വാസ്തുശില്പ പ്രതിനിധാനമാണ്. ക്ഷേത്രത്തിന്റെ മേൽക്കുര കൃത്യമായി 21,600 സ്വർണ്ണ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ നിർദ്ദിഷ്ട നമ്പർ? ഒരു മനുഷ്യൻ ഒരു ദിവസം കൃത്യമായി 21,600 തവണ ശ്വസിക്കുന്നുവെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു. 72,000 സ്വർണ്ണ ആണികൾ ഈ ഷീറ്റുകൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. യോഗശാസ്ത്രമനുസരിച്ച് മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ അഥവാ ഊർജ്ജ ചാനലുകളുടെ എണ്ണവുമായി ഇത് പൊരുത്തപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന്റെ 9 ദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രത്തിന് 9 പ്രവേശന കവാടങ്ങളുണ്ട്. പുരാതന വാസ്തുശില്പികൾ ദൈവത്തിനൊരു വീട് പണിയുക മാത്രമല്ല, ക്ഷേത്രവും മനുഷ്യശരീരവും ഒന്നാണെന്നവർ പറഞ്ഞു. പിന്നെ ഈ ശരീരത്തിന്റെ ഹൃദയമോ? അവിടെയാണ് രഹസ്യം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നടരാജനാണ്, ആനന്ദ താണ്ഡവമായി അവതരിപ്പിക്കുന്ന ശിവൻ. സ്വിറ്റ്സർലൻഡിലെ ലോകത്തിലെ പ്രമുഖ ഫിസിക്സ് ലാബായ CERN പോലും അതിന്റെ ക്യാമ്പസിൽ നടരാജന്റെ പ്രതിമയുണ്ട്. എന്തുകൊണ്ട്? കാരണം ആധുനിക ഭൗതികശാസ്ത്രജ്ഞർ ഈ പുരാതന നൃത്തവും ആറ്റോമിക് കണങ്ങളുടെ നിരന്തരമായ സൃഷ്ടിയും നാശവും തമ്മിലുള്ള സമാന്തരമാണ് കാണുന്നത്. എന്നാൽ നൃത്തം ചെയ്യുന്ന ശിവൻ പ്രപഞ്ചത്തിന്റെ ചലനത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനടുത്തുള്ള രഹസ്യം പൂർണ്ണമായും മറ്റൊന്നിനെ പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്ക് ചിദംബര രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാം. പുരോഹിതന്മാർ ആരതിക്കായി തിരശ്ശീല പിൻവലിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരു പ്രതിമയും കാണുന്നില്ല, നിങ്ങൾ ഒരു ലിംഗവും കാണുന്നില്ല, നിങ്ങളൊരു മുഖവും കാണുന്നില്ല. നിങ്ങൾ കാണുന്നു ഒന്നുമില്ല, ഒഴിഞ്ഞ സ്ഥലം മാത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിലും രൂപമില്ലെന്ന് കാണിക്കാൻ സ്വർണ്ണ ബിൽവയിലകളുടെ ചരടുകൾ അവിടെ തൂങ്ങിക്കിടക്കുന്നു. ഇതാണ് രഹസ്യം. ഹിന്ദുമതത്തിൽ ദൈവത്തെ 3 രൂപങ്ങളിൽ ആരാധിക്കുന്നു. അരൂപം, ഫോംലെസ് അല്ലെങ്കിൽ സ്പേസ്. രൂപം, രൂപത്തിൽ നടരാജൻ. അരുപ്പരൂപം, രൂപരഹിത രൂപം, സ്ഫടികലിംഗം. ചിദംബരം സീക്രട്ട്, ആകാശത്തിന്റെ ഘടകം, ഈഥർ അല്ലെങ്കിൽ സ്പേസ് പ്രതിനിധീകരിക്കുന്നു. ദൈവം കാണേണ്ട ഒരു വസ്തു മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന അനന്തമായ ബഹിരാകാശമാണെന്ന തിരിച്ചറിവാണ്. തിരശ്ശീല മായയെ പ്രതിനിധീകരിക്കുന്നു. മിഥ്യ, നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നു എന്ന മിഥ്യാബോധം. തിരശ്ശീല നീക്കം ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുള്ള ഒരു ദൈവത്തെ നോക്കുന്നില്ല. നാം എല്ലാവരും വന്ന അനന്തമായ ശൂന്യതയിലേക്കാണ് നാം നോക്കുന്നത്. രഹസ്യം ഒരു മറഞ്ഞിരിക്കുന്ന നിധിയോ കുഴിച്ചിട്ട ചുരുളോ അല്ല. രഹസ്യം ഒരു പാഠമാണ്. ആത്യന്തിക സത്യം രൂപരഹിതവും പരിധിയില്ലാത്തതും നിങ്ങൾക്ക് ചുറ്റും എല്ലായിടത്തുമുണ്ടെന്നത് നിങ്ങളോട് പറയുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു അത്ഭുതത്തിനായി തിരയുമ്പോൾ ചിദംബരത്തെ ഓർക്കുക. ഏറ്റവും വലിയ രഹസ്യം അവരൊരു നിലവറയിൽ ഒളിപ്പിച്ചുവെച്ച ഒന്നല്ല. നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ അവർ ഉപേക്ഷിച്ച ശൂന്യമായ സ്ഥലമായിരുന്നു അത്.